ഇന്നെൻ്റെ നീസ് രേഷ്മയുടെ ബർത്ത്ഡേ ആണ്. 21st ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവൾക്ക് 21 സർപ്രൈസ് കൊടുത്ത് അവളെ ഞെട്ടിക്കാമെന്ന്. അത്ര വലിയ ഗിഫ്റ്റ്സ് ഒന്നുമല്ല, ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ആയിരുന്നു. പക്ഷേ ആളതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ആ ഗിഫ്റ്റുകളൊക്കെ നടത്തി വെച്ച് ഞങ്ങളൊരു കേക്കും കൂടെ സെറ്റാക്കി. ആദ്യം കേക്ക് കട്ടിങ് ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി ആദ്യം ചേച്ചിക്ക് തന്നെ അവൾ കേക്ക് കൊടുത്തു. കുറച്ച് അവൾക്കും തിരിച്ച് വെച്ച് കൊടുത്തു. പിന്നെ കേക്ക് കൊടുത്ത് അവളുടെ ബ്രദറായ പ്രദ്വിനായിരുന്നു. അവർ രണ്ടുപേരും എന്തോ പറഞ്ഞ് ചിരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ സിസ്റ്റർ നിത്യ. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഗിഫ്റ്റ് ഓപ്പണിംഗ് ആണ്. അവളുടെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അതായത് അവളുടെ ബർത്ത്ഡേയുടെ നമ്പർ തന്നെ സെയിം ഗിഫ്റ്റ്സും കിട്ടുന്ന ആദ്യത്തെ ബർത്ത്ഡേ. അവളെന്തായാലും അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളൊന്നുമല്ല, പക്ഷെ അവൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയിരുന്നു. അതെല്ലാം തന്നെ അവൾക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും. സർപ്രൈസുകൾ ആരാണല്ലോ ഇഷ്ടപ്പെടാത്തത്? അതും നമ്മുടെ ബർത്ത്ഡേക്ക് തന്നെ കിട്ടിയാൽ നമുക്ക് ഒത്തിരി ഹാപ്പി ആവുമല്ലേ? ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കൊടുത്തു നോക്ക്. അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, അത് തന്നെയായിരിക്കും അവരുടെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഈ 21 ഗിഫ്റ്റുകൾ പല കളർ പേപ്പറുകളിലായിട്ട് പൊതിഞ്ഞ് അവൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ പോലും വിചാരിച്ചില്ല അവളിതൊക്കെ കാണുമ്പോൾ ഇത്രയും ഹാപ്പി ആവുമെന്ന്. ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കൊടുത്തത് മേക്കപ്പ് പൗച്ചും ലിപ്സ്റ്റിക്കും, അതുപോലെ നെക്ലസ്, ഹെഡ് ബാൻഡ്, ഹാൻഡ് ബാൻഡ്, ബുക്ക്, ജേണൽ എഴുതാനുള്ളൊരു ഡയറി, കുറച്ച് ചോക്ലേറ്റ്സ്, ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്, നെയിൽ കളറ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിരുന്നു. പക്ഷേ ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പോലും തുറന്ന് കാണുമ്പോൾ അവളുടെ ഉള്ള സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും അങ്ങ് ഫില്ലായി പോകും. നമ്മളിൽ എത്ര പേര് നമ്മുടെ പ്രിയപ്പെട്ടവരെ ബർത്ത്ഡേക്കോ അവരുടെ സ്പെഷ്യൽ ഒക്കേഷൻസിനോ വിഷ് ചെയ്യാറുണ്ട്? പോട്ടെ, നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ടാൽ വരെ അവരെത്ര ഹാപ്പി ആവുമെന്നറിയൂ. കാരണം അവരെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്ത് വെക്കുന്നുണ്ട് എന്നവരറിയുമ്പോൾ അവർക്കത് ഒത്തിരി സന്തോഷം നൽകും. വലിയ വലിയ ഗിഫ്റ്റ്സ് ഒന്നും കൊടുക്കണമെന്നില്ല. ഒരു ചോക്ലേറ്റോ ഒരു ഫ്ലവറോ അങ്ങനെ ചെറുതെന്തെങ്കിലും മതി. അവരെ അത് ഒത്തിരി ഹാപ്പിയാക്കും. ഇതുമൊന്നുമില്ലെങ്കിൽ പോലും നമ്മളുടെ ഒരു വിഷ് മാത്രം മതിയാവും അവരെ ഹാപ്പിയാക്കാൻ. ഇതൊക്കെയാണ് ഞങ്ങൾ രേഷ്മന് കൊടുത്ത ഗിഫ്റ്റ്സ്. അവളതിൽ ഒത്തിരി ഹാപ്പിയാണ്.